ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രൊമോഷൻ. നമ്മുടെ യൂട്യൂബർക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പൈസനോട് ആക്രാന്തം കൂടിയിട്ടാണോ അതോ നമ്മുടെ പ്രേക്ഷകരെ കൂടുതൽ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ ശുഷ്കാന്തി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആപ്പിന്റെ പ്രൊമോഷൻ അത് നല്ലൊരു പറ്റിക്കലാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇത് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഉളുപ്പുകളുണ്ടല്ലോ, അത് നമ്മുടെ സുജിനും ഉണ്ട്. അതായത് മല്ലു ഫാമിലി സുജിൻ. എന്നാൽ ആ വീഡിയോ ഒന്ന് കാണാലോ, എന്നിട്ട് തുടങ്ങാം ബാക്കി. ഇതിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഫേക്കാണ് പറഞ്ഞിട്ട്, പക്ഷെ എനിക്കത് ഫേക്കാണ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന്ന് കളിച്ച് എനിക്കതിന്ന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും പൈസ കിട്ടുന്നുണ്ട്, അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. അപ്പം ഇതുപോലുള്ള പ്രൊമോഷൻ ഗെയിംസിന്റെ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അല്ലെ. ഇവൻ പറയുന്നത് ഇവനെ വെച്ച് റീച്ച് ഉണ്ടാക്കാനെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ മണ്ടനാണോ പൊട്ടനാണോ? ഇവനെ വെച്ച് ഇവൻ എന്ത് പൊട്ടത്തിനെ വിളിച്ചു കൂവിയാലും റിയാക്ട് ചെയ്യുന്നവരെ നേരെ ഇവൻ പറയുന്ന ഒരു കാര്യമാണ് ഇവനെ വെച്ച് റീച്ച് ഉണ്ടാക്കുക, ഇവനെ വെച്ച് റീച്ച് ചെയ്യണം. ഇവന്റെ മണ്ടത്തരം വെച്ച് എന്ത് റീച്ച് ഉണ്ടാക്കാനാണ്? ഇവൻ പറയുന്ന മണ്ടത്തരാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. കാരണം ഇവന് കുറെ ഫാൻസ് ഉണ്ട്. അതായത് മല്ലു ഫാമിലി എന്ന് പറയുന്നത് അനുകരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇവനെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അതായത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. സോ ഇവരെ പോലുള്ള ആൾക്കാർ ഇത് വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഇവരത് ചെയ്തിട്ട് പണം റിസ്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ തന്നെ പറയുന്നുണ്ട് ഞാനിതിൽ ഉത്തരവാദിയല്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള പ്രൊമോഷൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പൈസ പോകുന്നുള്ളത് നിങ്ങൾക്ക് 100% വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് എടാ ഈ ഇങ്ങനെ കിട്ടുന്ന പൈസനേക്കാളും നല്ല നിനക്ക് യൂട്യൂബിലൂടെ ഒരുപാട് വരുമ്പോൾ നിനക്ക് ഓൾറെഡി കിട്ടുന്നുള്ളൂ. പിന്നെ എന്തിനാണ് ഇതിന്റെ പുറകെ പായുന്നത് ഞാൻ ആലോചിക്കുന്നത്. കാരണം പറ്റിക്കണമെന്ന് തുനിഞ്ഞിറങ്ങിയതാന്ന് തോന്നുന്നു. കാരണം ഇത്രയും പേര് ചെയ്താലും ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. കാരണം ഇതിനു മുന്നേ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്തു. ആ സമയത്തും ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തത് ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റല്ല. കാരണം അപ്പോഴും എന്റെ ഭാഗത്ത് എവിടെയെങ്കിലും തെറ്റുണ്ടോ, ഞങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള അന്വേഷിക്കുന്ന പരിപാടി ഈ ചങ്ങായിക്ക് പണ്ടേ ഇല്ല. അപ്പൊ ഈ ചങ്ങായി ചെയ്തത് ചങ്ങായിന്റെ ഭാഗത്ത് ശരിയാണ്, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു മനസ്സിലാക്കാൻ വേണ്ട ഒരു ബുദ്ധി അത് ഇവനില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ രണ്ട് മൂന്ന് ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. അതിലൊരു ഓഡിയോ ഞാൻ ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് കണ്ടുനോക്കാം. വാ. സ്വന്തം റിസ്കിൽ കളിക്കുക. എൻ്റെ ഇഷ്ടം പോലെ പൈസ പോയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ എൻ്റെ പൈസ പോണതും എനിക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റേ എൻ്റെ വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മൈരന്മാർ ഇത് കയറിയിരിക്കുന്നുണ്ട്. അവിടുത്തെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. മക്കളെ ഞങ്ങൾ പോയിട്ട് ഈ വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ഇടും. അതുപോലെ തന്നെ മല്ലു ഫാമിലി സുജിൻ അവൻ വാട്സപ്പ് ചാനൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് തമ്പലേനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്തിരിക്കേണ്ട ചില ആൾക്കാർ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോസ് പോയി ഇതാക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അവരുടെ അടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പോയി കണ്ടന്റ് ആക്കട്ടെ ഗൈസ്. എന്തായാലും അവർക്കും അവരെ എന്നെ വെച്ചിട്ടെങ്കിലും ഒരു മാസത്തെ അരി അവർ വാങ്ങട്ടെ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, നടക്കട്ടെ. സൂക്ഷിച്ച് കളിക്കുക, സ്വന്തം റിസ്കിൽ നിങ്ങളുടെ പൈസ. അപ്പം അവൻ തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഞാൻ പൈസ ഇട്ട് കളിച്ചിട്ട് എന്റെ പൈസ ഒരുപാട് പോയിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളത്. ഈ ഒരു ആപ്പിന്റെ ഒക്കെ ഒരു ബേസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ചിലവർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല എപ്പോഴും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. കുറെ പേര് പറയുന്ന കാര്യം തന്നെയാണ്. കാരണം ആദ്യം പൈസ ഇട്ടിട്ട് അവരൊരു പൈസ നമുക്ക് ഏണിങ്സ് ആയിട്ട് തരും. അതായത് നമ്മളൊരു പൈസ ഇട്ട് കളിക്കുന്ന സമയത്ത് ആദ്യം അവർ തരും, തന്നുകൊണ്ടേയിരിക്കും. ഒരു ചെറിയൊരു ബൾക്കി എമൗണ്ട് ഇട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് പിടിക്കും. 100% ഉറപ്പാണ് അത് പിടിക്കും. പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പിടിച്ച എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. ആ ടെൻഡൻസി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ അതിലേക്ക് പൈസ ഇടും. അതായത് മനുഷ്യന്റെ ഒരു ഫീലിങ്സ്, അതായത് ഇമോഷണൽ ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിം ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇമോഷണലി എല്ലാ മനുഷ്യന്മാരും അറ്റാച്ച്ഡ് ആണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വാശി ദേഷ്യമൊക്കെ വരും, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരും, തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ബോധം, അങ്ങനത്തെ ഒരു വെപ്രാളൊക്കെ നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഭയങ്കര സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഈ ഒരു ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം ഉണ്ടാക്കിയവനെന്ന് പറയുന്നത്. കാരണം ഇതുപോലെ തന്നെയാണ് എല്ലാ ഗെയിംസും. കാരണം നമ്മൾ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് വലിയൊരു എമൗണ്ട് നമ്മൾ ഇട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വലിക്കവർ, പിന്നെ നമുക്കത് കിട്ടൂല. പിന്നെ അത് എടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ വലിയൊരു എമൗണ്ട് ഇറക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇതുപോലുള്ള ഗെയിംസിന്റെ ഒരു വലിയൊരു സ്ട്രാറ്റജിയാണത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഗെയിം കളിക്കാൻ. ഇപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറെ പേര് ചോദിക്കും, വേണമെങ്കിൽ കളിച്ചാൽ പോരെ, എന്തിനാണ് ഒരാൾ കുറ്റം പറയാനായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. ഇവനെ പോലുള്ള ആൾക്കാരെ കുറ്റമല്ല പറയണത്. കാരണം ചൂലെടുത്ത് തയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ മിനിമം ബോധം വേണ്ട. ഇവർ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ട്. ഇവൻ അത്യാവശ്യം നല്ല എന്താ പറയാ റീച്ചായ ഒരാളാണ്. മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് കയറും. സുജിനും അവന്റെ വൈഫിനും ഒക്കെ എല്ലാവർക്കും അറിയാം.
ഇവർ കാണിക്കുന്ന മണ്ടത്തരവും പൊട്ടത്തരവും, കാരണം ഇവർ ഒരുപാട് ഫേക്ക് ആയിട്ടാണ് ഇവർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിനെ പോലും ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോൾ ഒരു സോറിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെന്നൊന്നും വന്ന് പറഞ്ഞ ചരിത്രം ഇതുവരെ ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവൻ എപ്പോഴും അതിനെ ന്യായീകരിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അതിനും വേണം ഒരു തൊലിക്കട്ടി, ഒരു ഉൾപ്പില്ലായ്മ. അത് ഇവന് നല്ല വ്യക്തമായിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പൈസ പോവാൻ സാധ്യത കൂടുതലാണ്. സ്വന്തം റിസ്കിൽ കളിക്കുക, സ്വന്തം റിസ്ക് കളിക്കുക, സ്വന്തം റിസ്ക് കളിക്കുക. എടാ, നിനക്ക് കിട്ടുമെന്ന് പൈസ ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് പൈസ കിട്ടി, ഓക്കെ, കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ ഈ ലാസ്റ്റ് മൊമെന്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ വീഡിയോസിന്റെ ലാസ്റ്റ് നീ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം റിസ്ക് കളിക്കുക, സ്വന്തം റിസ്ക് കളിക്കുക. നിനക്ക് പൈസ കിട്ടുന്നതിനാ പിന്നെ സ്വന്തം റിസ്ക്. പൈസ ഏണിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സ്വന്തം റിസ്കിന്റെ ആവശ്യമില്ല. അപ്പൊ നിനക്ക് ബോധ്യമുണ്ട് ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല ബോധ്യം നിനക്കുണ്ട്. അത് നിന്റെ തലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ലാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വാക്കാണത്. എല്ലാ ഗെയിം പ്രൊമോഷൻ എല്ലാവരും കളിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന അതേ ഡയലോഗ് നീയും അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം നീ ഫേക്ക് ആണെന്നല്ലേ? നിനക്ക് വ്യക്തമായിട്ട് അറിയാം നീ ഫേക്ക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ടും നീ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത ഓഡിയോ കേൾക്കാം. പിന്നെ ഓക്കെ, ഈ ഒരു ഗെയിമിനെ പറ്റി കുറേ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാനും കണ്ടു ഗൈസ്. ഞാനിത് അന്നേരം രാത്രി ഇരുന്ന് കണ്ട് പറഞ്ഞു വിചാരിച്ചു. പിന്നെ എൻ്റെ ഇന്ന് രാത്രി പടത്തിനൊക്കെ പോകുന്നത് കുറച്ച് സ്വീപ്പായി പോയി. ഇതിലെല്ലാവരും ഞാൻ എല്ലാ വോയിസിലും ഞാനിടുന്ന എല്ലാ വോയിസുകളും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം പൈസയാണ് ഓൺ റിസ്കിൽ കളിക്കുക എന്ന് ഞാൻ എല്ലാ വോയിസിലും ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊമോഷൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമല്ല ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ മാത്രം വെച്ചിട്ട് എന്തിനാ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, അതെന്തിനാ ഇന്നെ മാത്രം വെച്ച് ചെയ്യണമെന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഈ ഒരു സംഗതി ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബെറ്റിംഗ് ഗെയിമിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതെന്ന് എനിക്ക് പേയ്മെൻറ്റ് കളിച്ച് എനിക്ക് കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെ പറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇതിന് പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ, ഇപ്പം ഇതിൽ തന്നെ ഞാൻ 2-3-4 വീഡിയോസും വോയിസും സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഫേക്കാണ്. അത് പിന്നെ കുറ്റം പങ്കെടുക്കാൻ അറിയില്ല ഗൈസ്, കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും. ഒരു കുറ്റം പറയട്ടെ, നമുക്ക് വിഷയമല്ല ഒന്നും. അപ്പോൾ എന്തായാലും കളിക്കുന്ന ആൾക്കാരത് ഞാൻ വീണ്ടും പറയണേ, സൂക്ഷിച്ച് കളിക്കുക. നിങ്ങളുടെ സ്വന്തം പൈസയാണ്. എന്തെങ്കിലും പോയാലും കിട്ടിയാലും അതൊക്കെ നിങ്ങൾക്കുള്ള തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, എന്തായാലും ഓക്കെ. ഇവൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, ഇവനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത്, കുറെ പേര് ഇവനെ വെച്ച് വീഡിയോ ഉണ്ടാക്കുന്നത്, കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും. ഇവൻ എന്ത് നല്ല കാര്യം ചെയ്തിട്ട് ഇവനെ കുറ്റം പറയുന്നത്? ഇവൻ കാണിക്കുന്നത് മൊത്തം ഫേക്കാണ്. അവന്റെ പ്രേക്ഷകരെല്ലാം അവന്റെ വ്യൂവേഴ്സിനെ അവൻ നല്ല അമ്പസായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും, ചില ആൾക്കാർക്കെങ്കിലും കത്തും ഇത് അഭിനയമാണ് എന്നുള്ളത്. പിന്നെ ചിലർക്ക് തീരെ കത്തൂല. എത്ര പറഞ്ഞാലും തലേ കയറാത്ത കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഇവനെ പോലുള്ള ആൾക്കാർക്ക്. അവരൊക്കെ അപ്പോഴും പറയും, സുജിൻ എന്ത് തെറ്റ് ചെയ്തു, സുജിൻ നല്ലവനല്ലേ, സുജിൻ നല്ല കാര്യമല്ലേ, നിങ്ങൾക്ക് കോൺഗ്രസ് കളിച്ചാൽ പോരെ. അതാ ഞാൻ പറയും, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറെ പേര് വരും. അതെന്തിന്റെ പേരിലാന്ന് എനിക്കറിയില്ല. എന്തായാലും എനിവേ, ഇവൻ പറഞ്ഞ പോലെ ഇവൻ ചെയ്ത ഈ ഒരു നല്ല കാര്യത്തെ, ഇവൻ ചെയ്ത ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഇവൻ പറയുന്നത്. ശരിക്കും ഇവനെ വെച്ച് എല്ലാവരും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് മെനക്കെടുന്നുണ്ട്. അത്യാവശ്യം എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പറയാം, കാരണം നമ്മളൊക്കെ തുടക്കക്കാരാണ്, അതുകൊണ്ട് ആയിരിക്കുമെന്നെങ്കിലും പറയാം. പക്ഷെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം നല്ല വ്യൂസും ഉള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ മണ്ടനാണോ എന്നുള്ളതാണ് എൻ്റെ വീണ്ടുമുള്ള ചോദ്യം. കാരണം എന്താ വെച്ചാൽ ഇവന് മനസ്സിലാവുന്നില്ലേ, എടാ പൊട്ട, ഇത് ശരിക്കും മണ്ടത്തരാണ് നീ കാണിച്ചുകൊണ്ടിരിക്കണേ. അതിനത്ര അഭിമാനത്തോടെ വീണ്ടും വീണ്ടും വന്ന് നീ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓഡിയോസ് അയക്കുക, അല്ലെങ്കിൽ ലൈവിൽ വന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് വീഡിയോ ഇടുക, ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. അതിലും നീ ചെയ്യുന്നത് മണ്ടത്തരം തന്നെയാണെന്നുള്ള ബോധം നിനക്ക് ഉണ്ട്. എന്നിട്ട് നീ ആ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ആപ്പിന്റെ പ്രൊമോഷൻ തന്ന നന്ദി വേണം, അത് വേണം. കാരണം ഒരാളോട് പൈസ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് കൂറ് കാണിക്കണം എന്നുള്ളത് കറക്റ്റാണ്. അത് നീ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിനക്ക് കിട്ടിയ എമൗണ്ടിന്റെ കൂറ് നീ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഫേക്കാന്ന് പറയുന്ന പലരെയും അണ്ണാക്കി കൊടുക്കുന്ന രീതി തന്നെയാണ് വീണ്ടും വീണ്ടും നീ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫേക്കല്ല 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 ഫേക്കല്ല, എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും അവസാനത്തെ ഡയലോഗാണ് പ്രശ്നം. എന്തായാലും സുജിന് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ, നിന്റെ ആൾക്കാരെ നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നിനക്കുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്ത് നീ നാണം കെടാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ കണ്ടന്റ് ആക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടും നീ നിന്നെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കാര്യമാണെങ്കിൽ നല്ല കാര്യം. ഇനി അതല്ല, പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, എടാ ഇതുപോലുള്ള കാര്യങ്ങൾക്കല്ല, വേറെ രീതിയിലുള്ള പൈസകൾ കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. 100% ഉറപ്പുള്ള കാര്യമാണ് അല്ലേ? നിനക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. അതിലും ആക്രാന്തം കൂടിയിട്ടാണോ ഈ പരിപാടി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് അത്ര ആക്രാന്തം? ആൾക്കാരെ പറ്റിച്ച് ജീവിച്ച് തിന്നുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. അപ്പം എന്തായാലും
ഇതുപോലുള്ള പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാവരുടെയും ഡയലോഗ് സെയിം ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൂടി വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇതൊക്കെ എന്താ പറയാ ഒരു പ്ലാനിങ് ആണ്. അതായത് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആരുടെയും നെഞ്ചത്തേക്ക് കുറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന ഒരു പ്രയോഗമാണ് ഈ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. അതും കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആളുകള് വീഡിയോസ് ചെയ്യുന്ന പറഞ്ഞേ ചെയ്യട്ടെ, അവർ ടൈമല്ല. എനിക്ക് ഇത്ര ചോദിക്കാത്ര തന്നെ ഉള്ളൂ. ഇത് ഞാൻ മാത്രമാണോ ഇന്ത്യയിലെ ലോകത്ത് ചെയ്യുന്നത്? ഞാൻ മാത്രമല്ല ബെറ്റിംഗ് ഗെയിം ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ ഓരോരുത്തരും പേരും കാര്യങ്ങളും എടുത്ത് പറഞ്ഞില്ല. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു? അതാണ് എനിക്കറിയാത്തത്. ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ യൂട്യൂബിൽ ഈ കുറെ ആൾക്കാർ വീഡിയോസ് അയച്ചെന്നിട്ടുണ്ടാകുന്നുണ്ടോ. അപ്പൊ എന്തായാലും കേസ് പുതിയ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത്രേ പറയുള്ളൂ. സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്ക്, സ്വന്തം പൈസേന്. ഓക്കെ, കിട്ടിയാലും നിങ്ങൾക്കാണ്, പോയാലും നിങ്ങളുടെയാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്. നാളെ നല്ല വീഡിയോ കിട്ടി. ഞാൻ ഒട്ടും ഓർത്തില്ല. അപ്പൊ എന്തായാലും പൈസ കിട്ടി. എന്നാ അതിനൊരു ഗിഫ്റ്റ് ആയി നിനക്ക് തരാൻ നിർത്തി. എടി അപ്പൊ ഞാൻ 1000 രൂപക്കാണ് ഇട്ടിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് പോകുന്നു. ഓക്കെ, പറക്ക് 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 പറക്ക്. ദേ പ്ലെയിൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ നല്ലപോലെ പ്ലെയിൻ പറക്കുന്നുണ്ട്. 1x കഴിഞ്ഞ് 2x കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 2x കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3x കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 4x കഴിഞ്ഞിരിക്കുകയാണ്. കമോൺ കമോൺ പറക്ക് പറക്ക്. 5x കഴിഞ്ഞ് മതി. ഓ വിഡ്രോയിൽ കണ്ട 1000 രൂപ മുടക്കി 5810 രൂപ കിട്ടി. അപ്പൊ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ബയോലും എടുത്തിട്ടുണ്ട്. അപ്പൊ ലോഡ് ഓഫ് മണി പിന്നെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടു കളിക്കണം. പൈസ പോയാൽ ഞാൻ ഉത്തരവാദില്ല. അപ്പോൾ സഞ്ജു ടെക്കിയുടെ പെർഫോമൻസ് കണ്ടല്ലോ അല്ലേ? സഞ്ജു ടെക്കിയുടെ ഗേൾഫ്രണ്ടുമാണ്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇതിന്റെ ലാസ്റ്റ് ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ. ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ലാസ്റ്റ് ഡയലോഗ് ഇതാണ്. ഇതിനർത്ഥം ഒരിക്കലും നമ്മുടെ കൈമിൽ സ്റ്റേബിളായിട്ട് ഈ ഒരു ഗെയിം പൈസ തരില്ല എന്നുള്ളതാണ്. നമ്മളെ കയ്യിൽ നിന്ന് നല്ലൊരു നഷ്ടം സംഭവിക്കും എന്നുള്ളതാണ്. ആരെ നേരെയും പരാതി പറയാൻ പോയിട്ട് കാര്യമില്ല. ഇത് കളിക്കണോ കളിക്കേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, ശരിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിവ് വേണം എന്നുള്ളതാണ്. കാരണം ഇതുപോലുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ അണ്ണാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കമന്റ് ചെയ്യാൻ. നീ എന്തറിഞ്ഞിട്ടാ ചെയ്യുന്നത്, ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ടാവാം. പക്ഷേ നഷ്ടം വന്നത് ആരും പറയില്ല എന്നുള്ളതാണ്. കാരണം ഇവനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ഇവനെ പോലുള്ള ആൾക്കാരെ താങ്ങി നിർത്താനും ആൾക്കാരുണ്ടാവും. അത് തെറ്റായ കാര്യമല്ല. നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്തോളൂ. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഇതിനെപ്പറ്റി വേണ്ട നല്ലതല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കണം എന്ന് പറയില്ലേ, അത് തന്നെയാണ്. കാരണം ഇത്രയും പേര് അത് അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതുപോലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് ഇവന്റെ വ്യൂവേഴ്സിനെ പറ്റിച്ച് ഇവൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. യൂട്യൂബിൽ ഇവൻ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവന്റെ സബ്സ്ക്രൈബേഴ്സിനെ അന്തസ്സായിട്ട് പറ്റിക്കുക എന്നുള്ളത്, നല്ല രീതിയിൽ തന്നെ കബളിപ്പിക്കുക എന്നുള്ളത്. അത് ഇവൻ നല്ല വൃത്തിയിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇവന്റെ കൂടെ ആൾക്കാർ നിൽക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. കാരണം ഇവൻ എന്താ എന്നുള്ളത് വ്യക്തമായിട്ട് ഒരുപാട് പേർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചോറ് തിന്നുന്ന ഓരോ വ്യക്തിക്കും ഇവന്റെ സ്വഭാവം മനസ്സിലാവും. കാരണം ഇവൻ പറ്റിച്ച് മാത്രം പൈസ ഉണ്ടാക്കാൻ ശുഷ്കാന്തി കാണിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇവനെ പോലുള്ള ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന ഒരു അണ്ണാക്കിൽ അടിക്കാൻ വന്നിട്ട് കാര്യമില്ല. ഇവനെ പോലുള്ള ആൾക്കാരെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും സ്വന്തം റിസ്കിൽ വേണവർക്ക് കളിക്കാട്ടോ. ഇനി കളിച്ചില്ല എന്നൊന്നും പറയണ്ട മക്കളെ. ഇനി കളിക്കേണ്ടെന്ന് പറഞ്ഞാലേ പേര് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാലിടണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളിക്കാം. പൈസ പോയാലും നിങ്ങളുടെ നമ്മുടെ പറയുന്നുണ്ട്, നമ്മുടെ മല്ലു ഫാമിലി പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പൈസ പോയാലും നിങ്ങൾക്ക്, പൈസ പോയില്ലെങ്കിലും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണേ കളിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.